2019 മെയ് മാസം 12 മഹാരാഷ്ട്രയിലെ ഒരു രാത്രി ലക്ഷ്മൺ മോർ, ബിക്കാ നിലോബ ജാദവ് എന്നിവർ തങ്ങളുടെ വൈൻ ഷോപ്പിലെ കളക്ഷൻ കണ്ട് തിട്ടപ്പെടുത്തുകയാണ്. അന്ന് 4 ലക്ഷം രൂപയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പതിവിന് വൈകിയാണ് അവർ കട അടിച്ച് തിരിച്ചു പോകുന്നത്. ഒരു വിജനമായ സ്ഥലത്തെത്തുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഊരം പിടിച്ച കത്തിയുമായി 3 കള്ളന്മാർ വരികയാണ്. കള്ളന്മാരുടെ ആവശ്യം അവരുടെ പണമടങ്ങിയ ബാഗായിരുന്നു. പക്ഷെ അവരത് കൊടുക്കുന്നില്ല. ചെറിയൊരു സംഘടന ഉണ്ടാവുകയാണ്. ചെറുത്തുനിൽപ്പിനിടെ ജാദവ് കൊലപ്പെടുന്നു. കയ്യിൽ കിട്ടിയ പണവുമായി കള്ളന്മാർ ഇരുട്ടിലേക്ക് മറിയും. ഔറംഗാബാദ് പോലീസിന്റെ വിവരം ലഭിക്കുകയാണ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. വിവരം കിട്ടിയ ഉടനെ തന്നെ ഔറംഗാബാദ് പോലീസ് ക്രൈം സീനിലെത്തുന്നു. ക്രൈം സീൻ അരിച്ചു പിറക്കുന്നു. പക്ഷേ ഒരു തുപ്പ് പോലും കിട്ടുന്നില്ല. ദൃക്സാക്ഷികളില്ല, CCTV ഫുട്ടേജുകളില്ല. പോലീസുകാർക്ക് ആകെ കിട്ടിയത് ഒറ്റ നോട്ടത്തിൽ സാധാരണമായി തോന്നുന്ന ഒരു ബട്ടൺ മാത്രമാണ്. ഒരു ബട്ടൺ കൊണ്ട് എങ്ങനെ കേസ് അന്വേഷിക്കും? എല്ലാ കേസിലും ദൈവത്തിന്റെ ഒരു കൈ ഉണ്ടാവുമെന്ന് ഇപ്പോഴും പോലീസുകാർ വിശ്വസിക്കുന്നുണ്ട്. അവസാനം ഈ കിട്ടിയ ബട്ടൺ വിശദമായി പരിശോധിക്കുകയാണ്. പരിശോധനയ്ക്കിടെ പോലീസുകാർ ഒരു കാര്യം കണ്ടെത്തുകയാണ്. ബട്ടന്റെ പിറകിലായിട്ട് ദ ലാസ്റ്റ് സ്റ്റിച്ച് റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. പോലീസുകാർ ഈ ബട്ടണിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഈ തരത്തിലുള്ള ബട്ടൺ യൂസ് ചെയ്യുന്ന ഒരു ഷർട്ട് കമ്പനിയെ കണ്ടെത്തുകയാണ്. ചെന്നൈയിലായിരുന്നു ആ സ്ഥാപനം. ഉടനെ തന്നെ പോലീസ് ചെന്നൈയിലേക്ക് പോകുന്നു. ആ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുന്നു. സ്ഥാപനം പൂർണ്ണമായും പോലീസുകാർ സഹകരിക്കുന്നു. ഈ ഷർട്ട് വാങ്ങിയ 10,000 പേരുടെ വിവരങ്ങൾ കമ്പനി നൽകുന്നു. ഈ സ്ഥാപനം പൂർണ്ണമായും ഓൺലൈൻ ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് വാങ്ങിയ ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് കമ്പനിയുടെ പക്കലുണ്ടായിരുന്നു. കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. 10,000 പേരുടെ വിവരങ്ങൾ അന്വേഷിക്കുക എന്നത് ചില നിസ്സാരമായ കാര്യമല്ല. പക്ഷെ പോലീസുകാർ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ക്രൈം നടന്ന സ്ഥലമായ ഔറംഗാബാദിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയവരുടെ ലിസ്റ്റ് എന്നായിരുന്നു പോലീസുകാരുടെ ആദ്യത്തെ ഫിൽട്ടർ. അങ്ങനെ 10,000 പേരിൽ നിന്നും 246 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 246 പേർക്കും പലതരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ വിവരങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. 246 പേരിൽ അജയ് റഗാഡെ എന്നയാൾക്ക് മുമ്പൊരിക്കൽ കൊലപാതക കുറ്റത്തിന് കേസ് ഉണ്ടായിരുന്നു കണ്ടെത്തി. അങ്ങനെ അജയ് റഗാഡയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. സില്ലോഡിലെ മോഷണ കൊലപാതകത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് അജയ് റഗാഡെ 2 കത്തി ഓൺലൈനിൽ നിന്നും ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തി. അധികം വൈകാതെ പോലീസുകാർക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുകയാണ്. റഗാഡയും മറ്റു 2 പേരായ സന്ദീപും ചേതൻ ഗൈക്വാദും മറ്റു പല മോഷണങ്ങളിലും പങ്കാളികളായിട്ടുണ്ട്. ജംനയിലെ മദ്നാപൂരിൽ ഇവർ 3 പേരും സമാന രീതി മറ്റൊരു വൈൻ ഷോപ്പ് ഓണറിൽ നിന്നും മോഷണം നടത്തിയായി കണ്ടെത്തി. തങ്ങൾ ശരിയായ പാതയിലാണ് കേസന്വേഷണം കൊണ്ടുപോകുന്നത് പോലീസുകാർക്ക് ബോധ്യപ്പെടുന്നു. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ചേതൻ കുറ്റസമ്മതം നടത്തുകയാണ്. 2 കുറ്റങ്ങളും ചെയ്തത് ഞാനാണ്. സന്ദീപിനെയും റഗാഡയെയും വിളിച്ചു വരുത്തി പദ്ധതി തയ്യാറാക്കുന്നത് ഞാനാണ്. നിരവധി ദിവസങ്ങളായി ഈ കച്ചവടക്കാരെ നിരീക്ഷിക്കുകയാണ്. എത്ര മണിക്ക് അവർ കടയിലേക്ക് പോകുന്നു, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്, കൂടെ ആരൊക്കെയുണ്ട് എന്ന് വിശദമായി പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. 7 മാസങ്ങൾക്ക് ശേഷം കണ്ടാൽ സാധാരണമായി തോന്നുന്ന ഒരു ബട്ടനെ കൊണ്ട് ഒരു കൊലപാതക കുറ്റം തെളിയിച്ചിരിക്കുകയാണ് പോലീസ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ത്യൻ പോലീസിന്റെ നേട്ടങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ഇത്. ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലാൻഡ് യാർഡ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംഘമുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഔറംഗാബാദ് പോലീസ് ഒരു കൊലപാതകം തെളിയിച്ചത് വെറും ഒരൊറ്റ തുമ്പുകൊണ്ടാണ്. നമ്മുടെ കേരളം ഒട്ടും പിറകെയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ മികച്ച പോലീസ് ഫോഴ്സ് ഉള്ളത് കേരളത്തിലാണ്. 1ാം സ്ഥാനം ഡൽഹിക്കാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റായി എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.